ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ മിട്ടുക്കുട്ടൻ്റെ ആനുവൽ ഡേ ഉണ്ടോ. അപ്പോൾ സ്കൂളിലേക്ക് പോകാൻ നിൽക്കുക. കുറച്ച് പണിയുണ്ട്, രാവിലത്തെ കുറച്ച് പണിയുണ്ട്. ദോശ ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് മസാല ദോശ ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് പണിയുണ്ട്. കഴിഞ്ഞ് സ്കൂളിൽ പോകണം. അതിന് മുന്നേ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. അങ്ങനെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഗ്യാസ് ഞാൻ സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ഉച്ചയ്ക്ക് ആവുമല്ലോ ഇപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വന്നാൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. രാവിലെ നമുക്ക് മസാല ദോശ ഉണ്ടായിരുന്നു, ചട്നി ഉണ്ടായിരുന്നു, സാദാ ദോശ ഉണ്ടായിരുന്നു. അവന് മിട്ടുവിന് നോർമൽ ദോശയെ പറ്റുള്ളൂ. അതിനാണ് ടി വി കണ്ടുകൊണ്ട് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞങ്ങളിതാ റെഡിയായി പോവാനായിട്ട് ഒരുങ്ങി പുറത്ത് നിൽക്കുകയാണ്. ഓലയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. ഇട്ടാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണായിരുന്നു പ്രാവശ്യം. അവനിങ്ങനെ ഭയങ്കരം പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം ഇത്രയും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവനിപ്പോൾ എങ്ങനെയെങ്കിലും ഡാൻസ് കളിക്കാൻ അവിടെ എത്തണം. രാവിലെ തുടങ്ങി എപ്പോഴാണ് എത്തുക, എപ്പോഴാണ് പോവുക എന്ന് ചോദിച്ചും കൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. പിന്നെ ഇതാ ഞങ്ങളവിടെ എത്തി കേട്ടോ. ഇതാണ് അത്രയും അവിടെ എത്തി. പിന്നെ പാരൻസും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. വലിയ ഹാളാട്ടോ, നല്ല സൗകര്യങ്ങളുണ്ട്. പിന്നെ കൂടാതെ നമുക്ക് അവിടെ മനസ്സിലാക്കാനും കാണാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ലിജൻസിൻ്റെ ഫോട്ടോസ് ഉണ്ട്. ഹിസ്റ്റോറിക്കലായിട്ട് നമുക്ക് എല്ലാം മനസ്സിലാക്കാനും ഒക്കെ പറ്റും അവിടെ. ഞാൻ ഹാളിൻ്റെ ഉള്ളിൽ കയറി പാരൻസും കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പാരൻസിൻ്റെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 2 പാരൻസുകളുടെ ഡാൻസ് ഉണ്ടായിരുന്നു. നേഴ്സറിത്തെ പിള്ളേരുടെയും പിന്നെ സീനിയർ KG പിള്ളേരുടെ മദേഴ്സിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങളിത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ പോലീസ് ഡ്രസ്സ് ഇട്ടത് അവൻ്റെ ഫ്രണ്ടാണ്, ഓം നാരായണൻ. നല്ല രസമായിരുന്നു. പല പല ഡാൻസുകളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. അവനിപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോകണം, എപ്പോഴാണ് പോവുക ചോദിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഇതാ അവൻ്റെ ഡാൻസ് ഇതാ വന്നു. ഒളിമ്പിക് തീമായിരുന്നു അവൻ്റെ ഡാൻസ്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഡാൻസ്. നല്ല രസമുണ്ടായിരുന്നു. നന്നായി കളിച്ചു കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ. ചെറിയ പിള്ളേരല്ലേ, അപ്പോൾ എങ്ങനെ കളിച്ചാലും നന്നായിരിക്കും കാണാൻ. അങ്ങനെ അവർ നന്നായി കളിച്ചു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല നമുക്ക് നല്ല എൻജോയ് ചെയ്തു. കുറച്ച് സമയം ഉണ്ടായിരുന്നു ഇവരുടെ ഡാൻസ് കേട്ടോ. നന്നായി ചെയ്തു അവർ. അപ്പം അങ്ങനെ അതും കണ്ട് ഞങ്ങൾ പിന്നെ അങ്ങനെ വീട്ടിലേക്ക് പോയി കേട്ടോ. നല്ല രസമായിരുന്നു.